സർ, RSS എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് CPM-ലെ കോൺഗ്രസിലൊക്കെ നേതാക്കൾക്ക് വലിയ അഭിപ്രായമാണ്. അവർ പറയുന്നത് മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അത് ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാനത്തെ തലത്തിലും. ഇപ്പോൾ CPM ചെയ്യാൻ പോകുന്നത് RSS-നെ അനുകരിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ താഴെ തട്ടുള്ള പ്രവർത്തകരെ സംഘടിപ്പിക്കാനായിട്ട് അങ്ങനൊരു നീക്കം നടത്താൻ ശ്രമിക്കുമോ അവർ? അതായത് CPM ഉദ്ദേശിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ കാണുന്നത് ഈ വർഗീയതയെ ചെറുക്കാൻ ഹിന്ദുത്വ പഠിപ്പിക്കുക അതെന്താണ് എന്നുള്ളത് പാർട്ടി അണികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് RSS-നെ പഠിക്കുക എന്നുള്ള ഒരു രീതി, അത് കരിക്കുലം പാർട്ടി ക്ലാസ് ഉണ്ടല്ലോ, പാഠ്യപദ്ധതിയിൽ അല്ലെ സിലബസിൽ പാർട്ടിയുടെ സിലബസിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ RSS-ൻ്റെ പ്രവർത്തന രീതി, ഹിന്ദുത്വയുടെ പ്രയോഗ രീതി, ഇതൊക്കെ പുതിയ യുവാക്കളുണ്ടല്ലോ അവരെയൊക്കെ ഇത് പഠിപ്പിക്കുക. അപ്പോൾ അതിനുള്ള ക്ലാസ് എടുക്കാനുള്ള നോട്ടുകളില്ലേ, അത് ഈ ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഈ ക്ലാസ് എടുക്കുന്ന പല ആളുകളും കാണുമല്ലോ, ഇപ്പൊ KN കുഞ്ഞമ്മദോ PK പോക്കറോ ഇങ്ങനെയൊക്കെയുള്ള, അവരൊക്കെ ഇപ്പൊ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പഴയ കാലത്തെ ബുദ്ധിജീവി, ഒരു കാലത്ത്. പിന്നെ ഇസ്ലാമിക സ്വത്വം എന്നൊക്കെ പറഞ്ഞ് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരെ തള്ളിക്കളഞ്ഞു. ഇളമരം കരീമൊക്കെ കൊണ്ടുവന്ന ആളുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നവർക്ക് കൊടുക്കുന്ന ക്ലാസ് നോട്ടുകളിൽ ഇതൊക്കെ RSS എന്താണ്, എന്താണ് ഹിന്ദുത്വ, അത് പുതിയ യുവാക്കളിൽ പുതിയ യുവാക്കളുണ്ടല്ലോ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്ന, അവർക്ക് സംഘടനാബോധം പോരാ, രാഷ്ട്രീയ വിദ്യാഭ്യാസവും പോരാ എന്ന് പാർട്ടി കണ്ടെത്തി. മുമ്പത്തെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ വായിക്കുമായിരുന്നല്ലോ, പുതിയ സഹാക്കളൊന്നും വായിക്കുന്നില്ല. പൊതുവെ മണ്ടത്തരാണ്, അസംബന്ധമാണ്. ഇപ്പോൾ M സ്വരാജിനെ നോക്കുകയാണെങ്കിൽ പൂക്കളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് സ്വരാജിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ വിക്കിപീഡിയയിലൊക്കെ വരുന്ന കുറേ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ടാണ് ഇന്ന പൂവ് അല്ലേ, ഓരോ പൂവിനെ പറ്റി എഴുതുമ്പോൾ ഏതോ പൂവിനെ പറ്റി സ്വരാജ് പറയുമ്പോൾ കാളിദാസന്റെ മാളവികാഗ്നിമിത്രത്തിൽ നാടകമുണ്ടല്ലോ, മാളവികാഗ്നിമിത്രം, ആ നാടകത്തിൽ ഈ പൂവിനെ പറ്റി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഖണ്ഡിക ആയുർവേദ മരുന്ന് കൂട്ടുകളെ പറ്റിയിട്ടുള്ള വേറെ എവിടെ നിന്നോ ഉള്ള ഉദ്ധരണിയാണെന്ന്. അപ്പോൾ വിക്കിപീഡിയയിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തിരിക്കുക. ഈ നാടകത്തിലെ ഭാഗമല്ലത്, ആയുർവേദത്തിലെ ഒരു കഷായക്കൂട്ടിൻ്റെയോ മറ്റോ ഭാഗമാണ് ഇദ്ദേഹം മാളവികാഗ്നിമിത്രം എന്ന് പറഞ്ഞ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലേ, കഴിവിലേറ്റണം VS-നെ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുമൊക്കെ പെരുപ്പങ്കോട് മുരളി വെളിപ്പെടുത്തുന്നുണ്ടല്ലോ, മുമ്പേ ഉള്ളതാണത്. അപ്പൊ അങ്ങനെ നേതാക്കളെ പറ്റിയൊക്കെ പറയുന്നതൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കാര്യമായിട്ടില്ലാത്തതുകൊണ്ടല്ലേ. ഈ സ്വരാജിന്റെ TS ഇലിയട്ട് അങ്ങനെ പറഞ്ഞു, പക്ഷെ വേഡ്സ്വർത്തിന്റെ എന്തോ കോട്സ് എടുത്തതിന് പകരം പേര് മാറി പറയുന്നു. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ കോപ്പി അടിക്കുന്നു, എന്നിട്ട് അത് ഒരു വിദ്വാനെ പോലെ വേദിയിൽ വിളമ്പുക ചെയ്യുന്നത് അല്ലേ. അത് ഏപ്രിൽ ഈസ് ദി ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ലാൻഡിൽ TS ഇലിയറ്റ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ഏപ്രിൽ എന്ന് പറഞ്ഞ മാസത്തിലെ ചൂടിനെ പറ്റിയിട്ടല്ല സത്യത്തില് എലിയറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് മധ്യകാലത്തെ കവിതയുണ്ട്, ചോസർ എഴുതിയത്. കാൻറ്റർബറി ടെയിൽസിൽ ഏപ്രിലാണ് ഏറ്റവും മൃദുലമായ മാസം എന്ന് പറഞ്ഞിട്ടാണ് ആ കാൻറ്റർബറി ടെയിൽസ് തുടങ്ങുന്നത്. അപ്പൊ അത് പുള്ളി ശീർഷാസനത്തിൽ ഇട്ടതാണ് എലിയറ്റ്. ഏപ്രിൽ അത് ഏറ്റവും മോശം മാസം എന്നൊക്കെ പറഞ്ഞു. കാൻറ്റർബറി ടെയിൽസിൽ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് യുദ്ധം വന്നല്ലോ, ഒന്നാം ലോക യുദ്ധം, മറ്റു യുദ്ധങ്ങൾ. അങ്ങനെ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മാസം ക്രൂരമാണ്. അങ്ങനെ അതിന്റെ വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ്, ഭാഷ്യം. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏപ്രില് ഈസ്റ്റർ വരുന്ന മാസമല്ലേ, യേശുവിന്റെ ഉയർപ്പിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് യേശുവിന്റെ കുരിശിലേറ്റിയതിന്റെ ഓർമ്മയൊക്കെ വരുന്നില്ലേ, അപ്പൊ വേദന ഉണ്ടാകുന്ന അങ്ങനെയൊക്കെയുള്ള. അതല്ലാതെ ഇവിടത്തെ പോലെ ഒന്നാമത് ഇവിടെ ഏപ്രിലും മെയിലും ചൂടാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലും ബ്രിട്ടനിൽ ജനിച്ചിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളാണ് എലിയറ്റ്.
അപ്പോൾ എങ്ങനെയാണ് അവിടെ ചൂടുണ്ടാവുന്നത്? കേരളത്തിലല്ലേ ഏപ്രിൽ മെയ് കാലത്തെ ചൂട്? അതെ, അവിടെ എന്ത് ചൂട്? അപ്പോൾ ഇവിടെ വേഡ്സ്വർത്തിനെ ഇരിയണ്ടൊക്കെ എനിക്കറിയാം, ഞാൻ എന്നിട്ട് അത് വെച്ചിട്ടാണ് നിങ്ങളുടെ പറയുന്നത്. ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ TS എലിയറ്റ്. ഇങ്ങേര് നിലമ്പൂർ പറഞ്ഞത് വേഡ്സ്വർത്താണെന്ന്. അതേ അവതാരക തിരുത്തിയതുമില്ല ഈ ചോദിക്കാൻ പോയ. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RSS എന്താണ് ഏതാണെന്ന് CPM-ന്റെ സിലബസിൽ വരാൻ പോകുന്നു. അങ്ങനെ വരുമ്പോ അത് നല്ലതാണെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് RSS കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സഖാക്കൾക്ക് കൂടുതലായിട്ട് RSS-ലേക്കും വരാം, BJP-യിലേക്കും വരാൻ പറ്റും. അതെ അല്ലേ? അതെ. പുതിയ തലമുറയുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഇപ്പം ഇവർ പറയുന്ന ഈ പാർട്ടി ചട്ടക്കൂട്ടി നിൽക്കുന്നില്ല. പണ്ട് കല്ലെറിയാൻ പറഞ്ഞാലോ അല്ലെ അടിക്കാൻ പറഞ്ഞാലോ ഒക്കെ വരുന്ന ഒരു യുവതലമുറയുണ്ട്. ഇപ്പോൾ അവർ രാഷ്ട്രീയത്തോട് ഒരു വിരോധം അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിൽ നിന്ന് അകന്നു നിൽക്കുക. പക്ഷേ ഈ പറയുന്ന ദേശീയതയിൽ അവർക്ക് വലിയ താല്പര്യമാണ്. ഇപ്പം നമ്മൾ ആയുധങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, സമ്പദ് വ്യവസ്ഥയിൽ വലുതായിട്ട് മുന്നേറ്റം നടത്തുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ആകർഷിക്കാൻ BJP-ക്കോ അല്ലെങ്കിൽ RSS പോലെയുള്ള സംഘടനകൾക്ക് സാധിക്കുന്നുണ്ട്. അത് മറ്റവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇതിനെ കോപ്പി അടിച്ച് CPM-ന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല. ഇപ്പോൾ ടെക്നോക്രാറ്റുകൾ, ഈ IT മേഖലയിൽ പണിയെടുക്കുന്നവർ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ദേശീയതയിൽ കൂടുതൽ വിശ്വസിക്കുന്നത്? അപ്പോൾ കേരളത്തിൽ കുറച്ച് ആളുകളെ മാത്രമാണ് കല്ലെറിയാനും ബഹളം വെക്കാനും കിട്ടിയത്. ആ ആളുകൾ ഇപ്പോൾ ക്യാമ്പസിൽ പോകാനും ഇല്ല. അപ്പോൾ ശരിക്കും അവരൊരു പ്രതിസന്ധി നേരിടുകയല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിസം എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ ആ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആഗോള സാഹോദര്യം, തൊഴിലാളികളുടെ ആഗോള സാഹോദര്യം ആണ് ആ പ്രത്യയശാസ്ത്രം പറയുന്നത്. അതല്ലാതെ ദേശീയത ആ പ്രത്യയശാസ്ത്രത്തിലില്ല. ആഗോളമായിട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കണം, നിങ്ങൾക്ക് അല്ലേ നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രം എന്ന് പറയുന്നതല്ലേ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്നുള്ളതാണ്. ഇസ്ലാമും അങ്ങനെയാണ്, ആഗോള സാഹോദര്യമാണ് പറയുന്നത്. അതാണ് ഈ ഇസ്ലാമും CPM-ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടിച്ചേർന്ന് കലർന്നൊക്കെ പോകുന്നത്. ആഗോള സാഹോദര്യം എന്ന് പറഞ്ഞത് അപ്രസക്തവും അസംബന്ധവുമാണ്. ശരിയല്ലേ? കാരണം ഓരോ രാജ്യത്തും നിൽക്കുമ്പോൾ ആ രാജ്യം നന്നാകണം. അതിനല്ലേ ഈ പാട്രിയറ്റിസം എന്ന് പറയുന്നത്, ദേശാഭിമാനം എന്ന് പറയുന്നത്. അതല്ലേ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്, മുംബൈ ഹൈക്കോടതി പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് ഈ ഹമാസിന് വേണ്ടി പ്രകടനം നടത്താൻ ആസാദ് മൈതാനം ചോദിക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞിട്ട്. ഇന്നും ഇപ്പം ഞാൻ രാവിലെ സഞ്ചരിച്ചു വന്നപ്പോഴും കാറിൻ്റെ ഡ്രൈവർ പറഞ്ഞുകൊണ്ടിരുന്നത് റോഡിലെ കുഴികളെ പറ്റിയാണ്. അപ്പം ഞാനും ഡ്രൈവറോട് പറഞ്ഞു, ന്യൂയോർക്കിലും റോഡിൽ നിറച്ചും കുഴികളായിരിക്കും. കാരണം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ന്യൂയോർക്കിലെ റോഡുകൾ പോലെയാണ് നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടല്ലേ? അതെ. ഈ റോഡുകൾ ഒരു കാശിനും കൊള്ളില്ല എന്നുള്ളത് എല്ലാവരും അനുഭവിക്കുന്നതാണ്. സാധാരണ പോകുന്ന റോഡും അല്ലാതെ വേറെ റോഡിൽ കൂടിയാണ് ഇന്ന് വന്നത് നമ്മളെ വണ്ടി എന്ന് പറഞ്ഞ പോലെ നാട്ടിലെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ RSS എന്താണ്? ഈ ആഗോള സാഹോദര്യം അല്ല പറയുന്നത്. അതൊരു സാംസ്കാരിക സേവന സംഘടന. ആ നിലയ്ക്ക് അതിന് നല്ല പേരുണ്ട്. അപ്പം നമ്മുടെ സംഘടനയും ഇങ്ങനെ ആകണം എന്നുള്ളത് സിലബസിൽ കൊണ്ടുവരികയാണ് CPM എന്നുള്ളതാണ് പറയുന്നത്. സാർ, ഇപ്പോൾ ഉയർന്നു മറ്റൊരു കാര്യമില്ല. ഇപ്പം മാതാപിതാ ഗുരുർ ദൈവം അങ്ങനെ വെച്ചിട്ടാണ് ഈ RSS-മായി ബന്ധപ്പെട്ട ചില വിദ്യാലയങ്ങളിൽ ഗുരുവിനെ പൂജിക്കുന്നത്. എന്താ കാലൊന്ന് കഴുകുന്നു, 2 പൂടുകയായിരിക്കും, പക്ഷേ അതിനെ കാല് കഴുകിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു രീതിയിൽ ചെയ്യുന്നു. ഇതേ CPM-ൻ്റെ താഴെ വരുന്ന വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരെ കല്ലെറിയാനും അവരെ തെറി വിളിക്കാനും പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് സമൂഹത്തിലെന്ന് CPM തിരിച്ചറിയുന്നതുകൊണ്ടല്ലേ അത്ര ഒരു സമരം നടത്തുന്നത്? അതായത് ഈ മാതാപിതാ ഗുരുപൂജയുടെ ദിവസമൊക്കെ അതെ, ഇവര് ഇപ്പൊ വിദ്യാരംഭം പലരും എഴുതിച്ചു തുടങ്ങിയിട്ടുണ്ട് CPM കണ്ടിട്ട്. ഇപ്പൊ കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത്, അതിനും പുതിയ വ്യാഖ്യാനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഹരിശ്രീ ഗണപതയെ നമ നല്ല എഴുതിക്കുക സാധാരണ മറ്റേ നാവില് കുഞ്ഞുങ്ങളുടെ. ഇവരെന്താണ് എഴുതിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടോ? അല്ലേ? ഓം മാർസായ നമഃ എന്ന് എഴുതാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ എന്താണ് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോ പിണറായി വിജയൻ ഇരുത്തുന്നു, P ജയരാജൻ ഇരുത്തുന്നു, ഇല്ലേ? അതെ. അവരെന്താണ്? അപ്പോൾ അത് അഡാപ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ചിട്ട്, അതായത് നമ്മുടെ പൈതൃകം. ഇപ്പോൾ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റി മാർക്സിസ്റ്റുകൾ ഒരുപാട് സംസാരിക്കും. അങ്ങേരുടെ കൃതികളിൽ അങ്ങേരുടെ രാജ്യത്തിലെ മിത്തുകൾ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് മാർക്കേസ്. ഇപ്പൊ
പക്ഷെ ഇവിടുത്തെ മാർക്സിസ്റ്റുകൾ ഹിന്ദു മിത്തുകൾ ധാരാളം ഉണ്ടല്ലോ. കാരണം ഈ 5000 കൊല്ലത്തെ പൈതൃകം എന്ന് പറയുമ്പോഴൊന്നും ഒരിക്കലും ഇളക്കി മാറ്റാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർ വിചാരിച്ചിട്ട് നടന്നില്ല അല്ലേ? ബ്രിട്ടീഷുകാർ അവരുടെ സാധനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡൻസി കോളേജ് കൽക്കട്ടയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പട്ടാളക്കാരെ പഠിപ്പിക്കാനായിട്ട് പിന്നെ കാശിയിൽ നിന്ന് സംസ്കൃത പണ്ഡിതരെ കൊണ്ടുവരികയാണ് ചെയ്തത്. സംസ്കൃതം പഠിച്ചെടുക്കാൻ. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടല്ലേ കാര്യങ്ങൾ നടത്താൻ പറ്റൂ. പിന്നെ അവർ വിട്ടുകളഞ്ഞു, ഈ മതം മാറ്റം എന്ന് പറഞ്ഞ പരിപാടി വിട്ടുകളഞ്ഞു. അത് ഹിന്ദു മതത്തിൻ്റെ ആന്തരിക ശക്തി കൊണ്ടാണ് അത്. അപ്പം ഹിന്ദു മതത്തിൻ്റെ ആന്തരിക ശക്തി കണ്ടെത്തുക എന്നുള്ള പരിപാടിയാണ് ഈ മാർക്സിസ്റ്റുകൾ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. ഇടയ്ക്ക് ഇസ്ലാമിനെ ആലിംഗനം ചെയ്യാൻ പോകും, അപ്പോൾ വോട്ട് പോകും, ഹിന്ദുക്കൾ പോകും. അപ്പോൾ ഹിന്ദുക്കളെ എങ്കിലും ഇനി പിടിച്ചു നിർത്തിയില്ലെങ്കിൽ പാർട്ടി നിലനിന്ന് പോവില്ല. പാലോട് രവി പറയുന്ന പോലെയൊന്നും അല്ല കാര്യം. പാർട്ടിയിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുക, CPM നിന്ന് തന്നെ ബേസ് വോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ക്ലാസ് നോട്ടുകളിൽ ഈ സ്ഥിരം പാർട്ടി സ്കൂള് ഡൽഹിയിൽ ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിൽ തുടങ്ങുന്നു. പുതിയ ചെറുപ്പക്കാരെ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി അംഗങ്ങളില്ലേ, പാർട്ടി അംഗങ്ങളിൽ 54% പേര് ഈ പിണറായി വിജയൻ്റെ ആദ്യ ഭരണം തുടങ്ങിയ ആ കാലം മുതൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ആണ് പാർട്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും എന്താണ് മാർക്സിസം എന്നറിയാത്ത ആളുകളാണ്. പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല എന്ന് പറഞ്ഞാൽ പാർട്ടി ഇപ്പോൾ ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ആ തിരിച്ചറിവാണ് വേണ്ടത്. എന്നിട്ട് എന്താണ് നമ്മുടെ രാജ്യം, അതിപ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിലൊന്നും ഇത് വെച്ചിട്ട് പാർട്ടിക്ക് കടന്നു കയറാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യയിലും ഇതൊക്കെ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സിലബസിൻ്റെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്നു എന്നൊക്കെ കണ്ടു RSSനെ പഠിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല നീക്കമായിട്ട് ഞാൻ കാണുന്നു. എന്തുകൊണ്ട്? അങ്ങനെ പഠിച്ചു വരുന്നവർ കൂടുതലായിട്ട് സഖാക്കൾ RSSലേക്കും BJPയിലേക്കും വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ഇത് സ്വാഗതാർഹമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.